മഴ തോരും മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മനു ആണെങ്കിൽ വലയന്തൻ്റെ അടുത്ത് എത്തിയാണ്. അവിടെ എത്തുമ്പോൾ അലീനയും കൃഷ്ണമോളെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ അവിടെ അവരെല്ലാവരും കൂടി ചേർന്ന് കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഉള്ളത്. വലയന്തൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങോട്ടാണ് അങ്കിളെ പോകുന്നതെന്ന്. കടപ്പാട്ടൂരിലേക്ക് തന്നെയാണോ പോകുന്നത്? ഇനി അവിടെ ചെന്നാൽ വീണ്ടും പഴയ പോലെ യുദ്ധം ചെയ്യണമല്ലോ എന്നൊക്കെ പറയുകയാണ് മനു. ബാലചന്ദ്രൻ്റെ തീരുമാനം തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് തന്നെ വരാനാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം എന്ന് മനുവിന് മനസ്സിലാവുന്നു. മാത്രമല്ല അലീനെ അങ്ങനെയൊന്നും ബാലചന്ദ്രൻ കൈവിടത്തില്ലെന്ന് മനുവിന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് മനു വരുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അവർ എവിടെയാണ്, എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനായിട്ടത് പറയത്തില്ലെന്നാണ് മനു പറയുന്നത്. പിന്നെ കാണിക്കുന്നത് വൈജയാണെങ്കിൽ പറയാണ്, ഇനി അവള് ഇങ്ങോട്ട് വരാനോ ഞാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് വരാൻ ഇനി അവളെ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ മുത്തശ്ശി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ ആ പാവത്തിനെ അടിച്ചിറക്കിയില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന ചേച്ചി അവിടെ ഇല്ല എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ അവസാനം തീരുമാനം എടുക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടെ തിരിച്ചു വരാൻ തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ വരികയാണ്. ബാലേന്ദ്രൻ്റെ പുറകെ അലീനയുണ്ട്. അലീന രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. അപ്പം അലീന എവിടെ വരികയാണ്. അപ്പം എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് ബാലേന്ദ്രൻ പറയാണ്, ഇന്ന് മുതൽ നീ ഇവിടുത്തെ ഹോം നേഴ്സല്ല, നീ എൻ്റെ മകളാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് എന്തൊക്കെ അധികാരമുണ്ടോ അതെല്ലാം നിനക്കുമുണ്ട് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ നീ എന്നെ ഇനി മുതൽ അച്ഛ എന്ന് വിളിക്കണമെന്ന് പറയാണ്. പിന്നെ ബാലേന്ദ്രനും അലീനയും തമ്മിൽ കുറേ നല്ല നിമിഷങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. കൃഷ്ണ പറയാണ്, പുറമേ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അടിയിൽ പ്രശ്നത്തിൻ്റെ ഒഴുക്കുണ്ട് എന്നിങ്ങനെ കൃഷ്ണമോളും പറയുകയാണ്. സംഭവിക്കുന്നത് കണ്ട് ബബിതയും രോഹിതൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഹരിയാണെങ്കിൽ രാജീവിൻ്റെ അടുത്ത് പറയാണ്, അലീനെ നമുക്കങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ, ഈ പ്രശ്നത്തിലൊക്കെ ഒരു പരിഹാരം ആവുമല്ലോ എന്ന് പറയുന്നു. രാജീവ് ഇങ്ങനെ ഓരോരോ കുതന്ത്രങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീന പറയാണ്, ബാലേന്ദ്രൻ സാറേ എൻ്റെ അച്ഛനാവുകയാണെങ്കിൽ മാഡം എൻ്റെ അമ്മയാവുമല്ലോ എന്ന് പറയുകയാണ്. അപ്പം വൈജ പറയാണ്, നീ എൻ്റെ മകളാവണമെങ്കിൽ 10 ജന്മം എടുക്കും, മാത്രമല്ല എൻ്റെ ചോരയായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വൈജ അലീനയുടെ നേരെ ചെല്ലിയാണ്. നേരിട്ട് തന്നെ പറയുന്നുണ്ട് അലീന മാഡം എൻ്റെ അമ്മയാണെന്ന്. നമ്മുടെ വൈജയാണെങ്കിൽ മുത്തശ്ശിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.